ഓഗസ്റ്റ് 10 മുതൽ 16 വരെയുള്ള ജനറൽ നോളജാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് മലയാളം ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ളതും പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിലെ ജനറൽ നോളജും നോക്കാം. ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? ഉത്തരം ജമ്മു ആൻഡ് കാശ്മീർ. പോലീസ്, ക്രമസമാധാനം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അധികാരങ്ങളാണ് വർദ്ധിപ്പിച്ചത്. 16-ാം ധനകാര്യ കമ്മീഷൻ രൂപവത്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ. ആൻസർ ഡോക്ടർ പൂനം ഗുപ്ത. സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ചെറു ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ 3-ാം NDA സർക്കാരിൻ്റെ ആദ്യ ബഡ്ജറ്റിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ഭാരത് സ്മോൾ ന്യൂക്ലിയർ റിയാക്ടർ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സണായിട്ട് പ്രീതി സുദനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കാലാവധി പൂർത്തിയാകും മുമ്പ് രാജിവെച്ച മനോജ് സോണിക്ക് പകരമായാണ് പ്രീതി സുദനെ നിയമിച്ചത്. രാജ്യത്തിന്റെ 500-ാമത് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ ഐസ്വാളിൽ കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണകാര്യ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ ആദ്യ സംയോജിത കാർഷിക കയറ്റുമതിക്കുള്ള സൗകര്യം മുംബൈയിലെ ജവഹർലാൽ നെഹ്റു തുറമുഖത്തൊരുങ്ങുന്നു. കാർഷിക ഉൽപ്പന്നങ്ങളുടെ സ്റ്റോറിംഗ് കാലയളവ് വർദ്ധിപ്പിക്കുക, കയറ്റുമതി ഇറക്കുമതിയിലെ കാലതാമസം കുറയ്ക്കുക തുടങ്ങിയവയാണ് പദ്ധതിയിലൂടെയുള്ള പ്രധാന ലക്ഷ്യങ്ങൾ. 2024 സൗത്ത് ഏഷ്യൻ അണ്ടർ-18 ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ കിരീടം നേടിയതാര്? ഇന്ത്യക്കാണ് കിരീടം ലഭിച്ചത്. ഫൈനലിൽ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ വിജയം നേടിയത്. 2024 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം ഏതെന്ന് ചോദിച്ചാൽ നീലു എന്നുള്ള പൊന്മാനാണ്. 2024 G20 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ റിയോ ഡി ജനൈറോ ആണ്, ബ്രസീലിലാണ്. നവംബർ 18 മുതൽ 19 തീയതികളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. ബ്രസീലാണ് ഇത്തവണത്തെ G20 ഉച്ചകോടിയുടെ അധ്യക്ഷത വഹിക്കുന്നത്. ഇനി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. റീസെൻ്റായിട്ട് എംപോക്സ് അഥവാ മങ്കി പോക്സ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ആഫ്രിക്കൻ കൺട്രീസിൽ പടർന്നു പിടിക്കുന്നതായിട്ടുള്ള ന്യൂസസ് കാണാറുള്ളതാണ്. അപ്പോൾ ഈ എംപോക്സ് എന്ന് പറയുന്നത് ഒരു വൈറൽ സൂണോട്ടിക് ഡിസീസാണ്. അത് സ്മോൾ പോക്സ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസീസാണ്. ഇത് ആദ്യമായിട്ട് 1917 ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് കണ്ടുപിടിച്ചത്. നീരജ് ചോപ്രയ്ക്ക് ഇത്തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ ജാവലിൻ ത്രോയിൽ സിൽവർ മെഡലാണ് ലഭിച്ചത്. ആ ഒരു സിൽവർ മെഡലും ബാക്കി 5 ബ്രോൺസ് മെഡൽ ബാക്കിയുള്ളവരും ഉൾപ്പെടെ ഇന്ത്യക്ക് മൊത്തം 6 മെഡൽസാണ് ലഭിച്ചത്. 71-ാം സ്ഥാനത്താണ് ഇന്ത്യ. അമൻ സെഹ്റാവത്തിന് ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. മെൻസ് 57 കിലോ വെയ്റ്റ് കാറ്റഗറിയിലാണ്. അതോടെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരൻ ആയി അമൻ സെഹ്റാവത്ത് മാറിയിട്ടുണ്ട്. ഇന്ത്യൻ എയർഫോഴ്സും റോയൽ മലേഷ്യൻ എയർഫോഴ്സും ചേർന്ന് നടത്തുന്ന ഒരു ബൈലാറ്ററൽ എക്സസൈസാണ് ഉദാര ശക്തി 2024. ഇത് ഓഗസ്റ്റ് 6 to 9 ആണ് നടന്നത്. ഇന്റർനാഷണൽ യൂത്ത് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 12-നാണ്. 2010 മുതൽ നമ്മൾ ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ നാഷണൽ യൂത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് ജാനുവരി 12-നാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ്. 1985 മുതൽ നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. ഈ വർഷത്തെ യൂത്ത് ഡേയുടെ തീം എന്ന് പറയുന്നത് ഫ്രം ക്ലിക്സ് ടു പ്രോഗ്രസ്, യൂത്ത് ഡിജിറ്റൽ പാത്വേസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ 2024 സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് 13-നാണ്. ഓർഗൻ ഡൊണേഷനെ കുറിച്ചിട്ടുള്ള അവയർനെസ് ഇൻക്രീസ് ചെയ്യാനാണ് ഈ ഒരു ഡേ ആഘോഷിക്കുന്നത്. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ബി ദ റീസൺ ഫോർ സംവൺസ് സ്മൈൽ ടുഡേ. റീസെൻ്റ് ആയിട്ടാണ് 71 ഇയേഴ്സോളം പഴക്കമുള്ള തുംഗഭദ്ര ഡാമിൻ്റെ 19-ാമത്തെ ക്രസ്റ്റ് ഗേറ്റ് തകർന്നത്. അത് ഫ്ലഡ് അലേർട്ട് കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തുംഗഭദ്ര എന്ന് പറയുന്നതിനെ പമ്പ സാഗർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതൊരു മൾട്ടി പർപ്പസ് ഡാമാണ്. തുംഗഭദ്ര റിവറിലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണ റിവറിൻ്റെ ഒരു ട്രിബ്യൂട്ടറിയാണ്. ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ബെല്ലാരി ഡിസ്ട്രിക്റ്റിലാണ്, കർണാടകയിൽ. DRDOയും ഇന്ത്യൻ ആർമിയും ചേർന്ന് നടത്തിയ ഒരു പരീക്ഷണമാണ് മാൻ പോർട്ടബിൾ ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ. ഇത് പൊക്രാൻ ഫീൽഡിലാണ് നടത്തിയത്. യൂണിയൻ മിനിസ്റ്റർ ഫോർ ജൽ ശക്തി ലോഞ്ച് ചെയ്ത ഒരു മൊബൈൽ ആപ്പാണ് ഫ്ലഡ് വാച്ച് ഇന്ത്യ വേർഷൻ 2.0. ഇത് സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റേതാണ്. ഈ ആപ്പ് റിയൽ ടൈം ഫ്ലഡ് ഇൻഫർമേഷൻ നൽകുന്നുണ്ട്. ഇത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അവൈലബിൾ ആണ്.
ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് എക്സാംസിലെ മാൽ പ്രാക്ടീസസ് തടയാൻ വേണ്ടി ആൻറ്റി പേപ്പർ ലീഗ് ബിൽ അവതരിപ്പിച്ച അസംബ്ലി ഏതെന്ന് ചോദിച്ചാൽ ബീഹാർ സ്റ്റേറ്റ് അസംബ്ലിയാണ്. ഏത് സിറ്റിയിൽ വച്ചിട്ടാണ് വിൻ്റർ ഒളിമ്പിക്സും പാരാലിമ്പിക് ഗെയിംസും 2034 നടത്തുന്നതെന്ന് ചോദിച്ചാൽ സോൾട്ട് ലേക്ക് സിറ്റിയാണ്, USA-യിലാണ്. ഏത് ഇന്ത്യൻ ഷൂട്ടറിനാണ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒളിമ്പിക് ഓർഡർ എന്നത് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി കൊടുത്തതെന്ന് ചോദിച്ചാൽ അഭിനവ് ബിന്ദ്രയ്ക്കാണ്. അഭിനവ് ബിന്ദ്രയ്ക്ക് ഗോൾഡ് മെഡൽ ഷൂട്ടിങ്ങിൽ ലഭിച്ചിട്ടുണ്ട്. 2029 ഭൂമിയോട് ഏറ്റവും അടുത്തായിട്ട് ഏകദേശം ഒരു 32,000 കിലോമീറ്റർ അകലെ കടന്നു പോകുന്ന എപ്പോഫിസിസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി യൂറോപ്യൻ സ്പേസ് ഏജൻസി കൊണ്ടുവന്ന മിഷൻ്റെ പേരാണ് റാംസെസ്, റാപ്പിഡ് എപ്പോഫിസിസ് മിഷൻ ഫോർ സ്പേസ് സേഫ്റ്റി. ഏത് സ്റ്റേറ്റിലാണ് അറ്റോമിക് മിനറൽസ് ഡയറക്ടറേറ്റ് ഫോർ എക്സ്പ്ലോറേഷൻ ആൻഡ് റിസർച്ച് ലിഥിയം സോഴ്സസ് കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചാൽ അത് കർണാടകയിലാണ്. ഇതുപോലെ ഓരോ ആഴ്ചത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മറക്കാതെ കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.